നമുക്ക് തലസ്ഥാനത്തേക്ക് വീണ്ടും പോകണം. അവിടെ കിഴക്കേക്കോട്ടയിലും ഇതുപോലെ രാത്രി വൈബാണ്. ഓണത്തിന് ഉത്രാട രാത്രി അവിടെ ആഘോഷമാക്കാൻ നിരവധി പേരുണ്ടാകും. തിരക്ക് ഏറെ ഉണ്ടായിരുന്നു പുലർച്ചെ മുതൽ. അവിടെ നിന്ന് റിനു ശ്രീധറും സുനീഷ അയ്യല്ലൂരും ഒക്കെ അവിടുത്തെ കാഴ്ചകൾ പകൽ സമയത്ത് പ്രേക്ഷകരിലേക്ക് എത്തിച്ചതാണ്. ഇപ്പോൾ അരുൺ സോളവനാണ് അവിടെയുള്ളത്. അരുൺ, കിഴക്കേക്കോട്ടയിൽ മാവേലി എത്തിയോ? ഓണം എത്തിയോ? ഇന്ന് പുലർച്ചയോടുകൂടി തന്നെ കിഴക്കേക്കോട്ട വലിയ ആൾക്കൂട്ടത്തിന്റെ ഒരു നടുവിലായിരുന്നു. എന്തായാലും ഉത്രാടപ്പുലരി വളരെ ആവേശത്തോടുകൂടിയാണ് ജനങ്ങൾ ഇവിടെ സ്വാഗതം ചെയ്തത്. അതിന്റെ പാച്ചിലിനു ശേഷം ഇപ്പോൾ സാധാരണഗതിയിൽ തിരുവനന്തപുരത്ത് വന്ന് താമസിച്ചിട്ടുള്ളവർക്ക് അറിയാം, വളരെ വേഗതയിൽ ഏകദേശം ഒരു 9 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ വേഗതയിൽ ഉറങ്ങുന്ന ഒരു നഗരമാണ്. ആകെ ഉണർന്നിരിക്കുന്ന ഒരു തെരുവെന്ന് പറയുന്നത് മാനവീയം തെരുവിടമാണ്. അങ്ങനെ നോക്കുമ്പോൾ വർഷത്തിൽ ഇങ്ങനെയുള്ള ഓണം പോലുള്ള ഫെസ്റ്റിവൽ വരുമ്പോൾ മാത്രമാണ് കിഴക്കേക്കോട്ട പോലുള്ള ഇത്തരത്തിലുള്ള ചില സ്ഥലങ്ങൾ ഉണർന്നിരിക്കുന്നത് നമ്മൾ കാണുന്നത്. എന്തായാലും ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ തിരുവനന്തപുരത്ത് ഈ ഉത്രാടപ്പുലരി പാച്ചിൽ അതിൻ്റെ ഒരു സമാപ്തിയിലേക്ക് എന്തായാലും കടക്കുകയാണ്. ഇനി തിരുവോണ നാളിനെ ആവേശത്തോടുകൂടി വരവേൽക്കാനുള്ള ഒരു പർച്ചേസിംഗ് ആണ് ആളുകൾ നടത്തി വരുന്നത്. നമുക്ക് അറിയാം, ഇന്ന് രാവിലെ മുതൽ തന്നെ നമ്മൾ ഇവിടുത്തെ കാഴ്ചകളും ഇവിടെ വന്ന് പോകുന്നവരുടെ ഒക്കെ വിശേഷങ്ങളൊക്കെ നമ്മൾ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിച്ചിരുന്നു. എന്തായാലും ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നു പോകുന്നുണ്ട്. നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല. കാരണം ഒരു ഓണത്തെ ഇത്രയും വരവേൽക്കാനായിട്ട് തെരുവുകൾ ഇങ്ങനെ ഉണർന്നിരിക്കും എന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. എന്തായാലും തിരുവനന്തപുരം, കിഴക്കേക്കോട്ട അതുപോലെ തന്നെ ഇതിൻ്റെ പരിസര പ്രദേശങ്ങളെല്ലാം തന്നെ വളരെ ആവേശത്തിലാണ്. ചേട്ടാ, ഓണം നന്നായിട്ട് നടക്കുന്നുണ്ട്. അതെ, കുടുംബമായിട്ടാണ്. കഴിഞ്ഞു നടന്നോണ്ടിരിക്കുന്നു. അതെ, വസ്ത്രങ്ങളൊക്കെ മേടിച്ചു. എങ്ങനെയുണ്ട് ഇവിടെ വന്നപ്പോൾ? എങ്ങനെയുണ്ട് കിഴക്കേക്കോട്ടയിൽ വന്നപ്പോൾ? എങ്ങനെയുണ്ട് എല്ലാ സാധനങ്ങളും മേടിക്കാനായിട്ട് കഴിഞ്ഞോ? മേടിക്കാനൊക്കെ കഴിഞ്ഞു. നമ്മൾ മുന്നേ വന്നായിരുന്നു, നേരത്തെ വന്നെല്ലാം വാങ്ങി. പക്ഷെ അന്ന് നല്ല തിരക്കുണ്ടായിരുന്നു. ഇപ്പം തിരക്ക് കുറവാണ്. ഇപ്പോ അയ്യോ, നേരത്തെ നല്ല തിരക്കുണ്ടായി. ഞാൻ വന്നിട്ട് പോയതേ ഉള്ളൂ. നല്ല തിരക്ക്. സാധാരണ തിരുവനന്തപുരത്ത് ഇങ്ങനെ ഒരു രാത്രിയായി കഴിഞ്ഞാൽ ഇത്തരത്തിൽ ഉണർന്നിരിക്കുന്ന തെരുവുകളില്ലല്ലോ, മാനവീയം പോയിട്ട്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ എന്താണ് തോന്നുന്നത്? ഇപ്പൊ സത്യം പറഞ്ഞാൽ നല്ല തിരക്കുണ്ട്. ഈ സമയത്തൊക്കെ പൊതുവെ വരുമ്പോൾ തിരക്കില്ല, നമുക്ക് സുഖമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാം. ഇപ്പം നല്ല തിരക്കാ, ഭയങ്കര സന്തോഷം. വിനീത, അത് തന്നെയാണ് സാധാരണഗതിയിൽ ഈ തെരുവിടം എന്ന് പറയുമ്പോൾ മാനവീയം തെരുവിടമാണ് എല്ലാവരുടെയും മനസ്സിൽ വരിക. പക്ഷേ ഇപ്പോൾ ഇവിടെ കച്ചവടക്കാരെല്ലാം തന്നെ ഇവിടെ എല്ലാവരും ഇപ്പോഴും പ്രവർത്തിച്ചു വരികയാണ്. സാധാരണഗതിയിൽ നമുക്ക് പറയുമ്പോൾ തിരുവനന്തപുരത്ത് ലുലു മാൾ, അതുപോലെ തന്നെ പോത്തീസ്, സ്റ്റുഡിയോ പോലുള്ള അല്ലെങ്കിൽ മാക്സ് പോലുള്ള ഒരുപാട് ഷോപ്പുകളുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ തെരുവ് കീഴടക്കിയിരിക്കുകയാണ് തെരുവ് കച്ചവടക്കാർ. ഈ ഓണം വിപണിയെ തിരിച്ചു പിടിച്ചുകൊണ്ട് തെരുവ് കച്ചവടക്കാരാണ് ഇവിടെ. നമ്മൾ നോക്കിയാൽ തന്നെ അറിയാം, ഒരുപാട് കച്ചവടക്കാർ ഇവിടെയുണ്ട്. ഇവർ ഈ തെരുവിടത്ത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഏത് സാധനം മേടിക്കാം, ഫാൻസി സാധനങ്ങളായാലും ബെൽറ്റ് ആയാലും അതുപോലുള്ള ഏത് സാധനവും മേടിക്കാം. അത് ഏറ്റവും വിലക്കുറവിൽ മേടിക്കാൻ കഴിയുന്ന ഒരു തെരുവിടമായിട്ട് ശരിക്കും മാറിയിരിക്കുകയാണ്. ചേട്ടാ, അപ്പോൾ ഇങ്ങനെ ഇത്തരത്തിൽ ഒരുപാട് പേര് ഇപ്പോൾ വരുന്നുണ്ട്, സാധനങ്ങൾ വാങ്ങാനായിട്ട് ഇവിടെ വരികയാണ്. ഇതിൽ എത്രത്തോളം ഇനി തെരുവ് ഉണർന്നിരിക്കും? കാരണം 12 മണി കഴിഞ്ഞ് പുലർച്ചയോടുകൂടി തന്നെ ഇത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാനാണോ ഇവർ തീരുമാനിച്ചിട്ടുള്ളതെന്ന് അറിയില്ല. എന്തായാലും ചേച്ചി, എങ്ങനെയുണ്ട്? ചിലർ പ്രതികരിക്കുന്നില്ല. എന്തായാലും വിനീത, നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ മാനവീയത്ത് വരുന്നത് പോലെയല്ല ഇവിടെ വരുന്നത്. എന്തായാലും ഈ പർച്ചേസിംഗ് എന്ന് പറയുന്ന ഒരൊറ്റ ചിന്താഗതി, നാളെ തിരുവോണത്തിന് ആവശ്യമായിട്ടുള്ള ഓണക്കോടിയും അതുപോലെ തന്നെ ഓണസദ്യയും ഒരുക്കാനുള്ള ആവേശത്തിലാണ് ആളുകൾ. എന്തായാലും പലരും ഇപ്പോൾ രാത്രി ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ വളരെ വേഗതയിൽ സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് വീടുകളിലേക്ക് ചെല്ലാനായിട്ടുള്ള ഒരു തിരക്കുകളോടുകൂടി തന്നെയാണ് പോകുന്നത്. ആ തിരക്കുകളിലാണ് അവരെ കാണാം. ചേട്ടാ, എങ്ങനെയുണ്ട് ഓണം? എങ്ങനെയുണ്ട്? ഓണം എത്തിയോ? ഓണം എത്തി. ഇപ്പോൾ കുടുംബമായിട്ടാണോ വന്നത് ഇവിടെ? കുടുംബമായിട്ട് സാധനങ്ങളെല്ലാം മേടിച്ചായിരുന്നോ? വാങ്ങിച്ചു. ഇപ്പോൾ എന്തൊക്കെയാണ് ഇവിടുന്ന് എന്താ മേടിക്കാൻ കഴിഞ്ഞത്? ഇപ്പോൾ ഇവിടുന്ന് മുണ്ട്, കയ്യില്. പൊതുവിൽ പുറത്തെ വലിയ ഷോപ്പുകളിൽ നിന്ന് വാങ്ങുന്നതിനെ അപേക്ഷിച്ച് ഇവിടുത്തെ തെരുവിൽ നിന്ന് വാങ്ങുമ്പോൾ സാധനങ്ങൾക്ക് വില കുറവുണ്ട്, പ്രത്യേകിച്ച് തുണികൾക്കൊക്കെ വില കുറവുണ്ട്. കഴിഞ്ഞ വർഷം വന്ന് ഇവിടുന്ന് തന്നെയാണോ സാധനങ്ങൾ വാങ്ങാറ്? സാധാരണ ഇവിടുന്ന് തന്നെ. കുട്ടികൾക്കുള്ള എല്ലാ ഡ്രസ്സും ഇവിടെ നിന്ന് കിട്ടും? എല്ലാ ഐറ്റങ്ങളും ഇവിടെ തന്നെ ഉണ്ട്. കുട്ടികൾക്കുള്ളതും എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ വിനിത, ഈ പറയുന്ന പ്രേക്ഷകർ ഇവിടെ വന്ന് സാധനങ്ങൾ വാങ്ങുന്നവർ അവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. അവർ പറയുന്നത് സാധാരണഗതിയിൽ ഇവിടെ ഇപ്പോൾ 100 തൊട്ട് 200 രൂപ വരെയുള്ള ഷർട്ടിനൊക്കെ അത്തരത്തിൽ വളരെ വിലക്കുറവിലാണ് സാധനങ്ങൾ വാങ്ങാൻ കഴിയുക. ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത് തന്നെ പല സംസ്ഥാനങ്ങളിലുള്ളവർ ഈ ഓണം സീസണുമായി ബന്ധപ്പെട്ട് ഇവിടെ വന്നിട്ടുണ്ട്.
ശരി, എന്തായാലും അരുൺ സോളമൻ ഓണം അടിപൊളിയാക്കുക. കിഴക്കേക്കോട്ടയിൽ നിന്നുള്ള തിരക്കാണ് അരുൺ സോളമൻ പങ്കുവെച്ചത്. നമ്മൾ ആശ്രാമത്തൊക്കെ കണ്ടതുപോലെ അവിടെ ഏതായാലും എല്ലാവരും ഒന്ന് വിശ്രമിക്കാൻ പോയി. ഉത്രാടപ്പാച്ചിലിന് ശേഷം ഇനി പുലരിയെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ്. പക്ഷേ കിഴക്കേക്കോട്ടയിലും മാനവീയം വീതിയിലൊന്നും തിരക്കൊഴിയുന്നേയില്ല. ഏതായാലും ഓണക്കാഴ്ചകൾ വിശേഷങ്ങളൊക്കെ നമ്മൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെ പ്രതിനിധികൾ അതിൻ്റെ ദൃശ്യങ്ങളാണ് നൽകിക്കൊണ്ടിരുന്നത്. ഓണപ്പുലരിയെ കാത്തിരിക്കുകയാണ് നമ്മൾ. ഈ ഉത്രാട രാവിൽ ഉറക്കമൊഴിച്ച് വിഭവങ്ങളെല്ലാം തയ്യാറാണ്. ഓണസദ്യ ഒരുക്കണം, ഓണപ്പാട്ട് പാടണം, ഓണക്കോടിയെടുക്കണം, ഓണമുണ്ണണം നമുക്ക്.